ഇന്ന് നമുക്ക് പി എൽ സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പി എൽ സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓവറോൾ ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് പി എൽ സി വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഗുണം, എവിടെയാണ് ഇതിന്റെ യൂസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിന്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം എന്താണ് ഈ പി എൽ സി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നമുക്കിപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഫില്ലിംഗ് പ്രോസസ്സ്. നമ്മൾക്കിപ്പോൾ ഒരു ടാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു വെസൽ ഉണ്ട്. അത് നമ്മൾ തന്നെ ഒരു പൈപ്പിൽ നമ്മൾ ടാപ്പ് തിരിക്കുന്നു. ഓക്കെ, വെള്ളം അതിനകത്ത് വീഴുന്നു. അത് ഫില്ലാവുന്ന സമയത്ത് നമ്മൾ ടാപ്പ് ഓഫ് ചെയ്യുന്നു, അല്ലെ? ഇതാണ് ഒരു പ്രോസസ്സ്. ഇതിനെ നമുക്ക് ഓട്ടോമേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിനെ നമുക്ക് മൂന്ന് രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ മൂന്ന് സ്റ്റേജിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് മെഷറിംഗ് സ്റ്റേജ് എന്ന് പറയും, രണ്ടാമത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് എന്ന് പറയും, മൂന്നാമത് കറക്ഷൻ സ്റ്റേജ് എന്ന് പറയും. ഈ മൂന്ന് സ്റ്റേജിലൂടെ നമുക്ക് എല്ലാ പ്രോസസ്സിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയും. ഈ മൂന്ന് പ്രോസസ്സിനകത്താണ് അത് നിൽക്കുക. ആദ്യം മെഷറിംഗ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കുമ്പോൾ എന്താ, ഫിസിക്കലി നമ്മളൊരു വെസൽ ഒരു പാത്രം നമ്മൾ അവിടെ വെച്ചിരിക്കുന്നു. അപ്പൊ അതിനകത്ത് വെള്ളം ഇല്ല എന്നുള്ളതാണ്, അല്ലെ? അതാണ് മെഷറിംഗ് സ്റ്റേജ്. നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഇല്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നു, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ്. വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ ബ്രെയിനിൽ തീരുമാനം എടുക്കണം, അല്ലെ? വെള്ളം ഇല്ല, അപ്പൊ വെള്ളം എനിക്ക് വേണം എന്നുള്ള തീരുമാനം എടുക്കണം. ആ തീരുമാനമാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തീരുമാനം എടുത്തു, അപ്പോൾ വെള്ളം വേണം എന്നുള്ള തീരുമാനം എടുത്തു. ഇനി അടുത്തത് എക്സിക്യൂഷൻ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ കറക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താ? ടാപ്പ് ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് കറക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. വെള്ളം ഇല്ല, അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ടാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ കറക്ഷൻ. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഓട്ടോമേഷനിലേക്ക് വരുന്ന സമയത്ത് പി എൽ സി നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിനകത്ത്, അതായത് ആ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ഇപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടാപ്പ് ഓഫ് ചെയ്യണം എന്നുള്ള ആ ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ നോർമലി ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയും. അതിനകത്താണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ നമ്മളാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഓഫ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ഒരു ഓട്ടോമേഷനെ സംബന്ധിച്ച്, അതായത് ഒരു പ്ലാന്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റിനകത്ത് ഡിസിഷൻ എടുക്കുന്ന ആളാണ് ഈ പി എൽ സി എന്ന് പറയുന്നത്, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ. അതിനകത്ത് പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്രോഗ്രാമബിൾ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് തന്നെ നമുക്ക് ഓട്ടോമേഷനിലേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ മെഷറിംഗ് സ്റ്റേജിൽ നമ്മളാണ് ഈ പാത്രത്തിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ മെഷർ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നമ്മൾ സെൻസറുകൾ വെച്ചിട്ടുണ്ടാവും, ലെവൽ സെൻസർ വെച്ചിട്ടുണ്ടാവും. ആ ലെവൽ സെൻസറിന് നമുക്ക് ഫീഡ്ബാക്ക് വരും. അതായത് വെള്ളം ഉണ്ട് ഇല്ല എന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് ആ സെൻസറിന് വരും. അതാണ് മെഷറിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ്, ഈ സെൻസ് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ ആർക്ക് കൊടുക്കും? പി എൽ സിയിലേക്ക് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, പി എൽ സി ആണ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് വെള്ളം ഇല്ല എന്ന് പറഞ്ഞാൽ സെൻസർ ഒരു ഔട്ട്പുട്ട് കൊടുക്കും, വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു ഔട്ട്പുട്ട് കൊടുക്കും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പി എൽ സി കറക്ഷൻ സ്റ്റേജിലേക്കുള്ള ഡിവൈസിലേക്ക് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു പമ്പിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാൾവിനായിരിക്കാം ഡിസിഷൻ കൊടുക്കും. അതായത് ഓൾറെഡി അത് ഫില്ലാണ്, അപ്പോൾ വാൾവ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ടാങ്ക് എംപ്റ്റി ആണ്, അപ്പോൾ മോട്ടർ ഓൺ ചെയ്യുക. ഇതിന്റെ ഡിസിഷൻ എടുക്കുന്നത് പി എൽ സി ആണ്. ഇനി പി എൽ സിക്ക് അകത്ത് എന്താണുള്ളത്? ഇത് കാണുമ്പോൾ ആക്ച്വലി ഒരു കുഞ്ഞു ബോക്സ് ആണ്, ഒരു കുഞ്ഞു ഡിവൈസ് ആണ്. ഓക്കെ, അതിനകത്തൊരു 24 വോൾട്ടേജ് നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് പ്രോഗ്രാം ചെയ്യുക എന്നാണ് പറയാം. പ്രോഗ്രാമിംഗ് മീൻസ് നമ്മളിപ്പോൾ ഐ ടിയിലൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ, പൈത്തൺ അല്ലെങ്കിൽ ഡിഫറെന്റ് കോഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ പി എൽ സിക്കകത്ത് നമ്മൾ ലാഡർ ലോജിക് എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ലോജിക്ക് ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ആദ്യം പമ്പ് ഓൺ ആയിട്ട് 10 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ബ്ലോവർ ഓൺ ആവണം, അത് കഴിഞ്ഞ് ലൈറ്റ് ഓൺ ആവണം എന്ന് പറയുന്ന രീതിയിലുള്ള ലോജിക്ക് നമ്മൾ ലാഡറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പി എൽ സിക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു 24 വോൾട്ടേജിന്റെ സപ്ലൈ, ഇൻപുട്ട് സപ്ലൈ ഉണ്ടാവും. ഇൻപുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ടെർമിനൽസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ടെർമിനൽസ് ഉണ്ടാവും. ഈ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഏതൊക്കെ സമയത്ത് ഏത് രീതിയിൽ ഓൺ ആവണം എന്നുള്ള ലോജിക്കാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ പി എൽ സി ആയിട്ട് ബന്ധപ്പെട്ട്. ഫോർ എക്സാമ്പിൾ, സീമെൻസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, ഡെൽറ്റ, ഫ്യൂജി, AB, അലൻ ബ്രാഡ്ലി, ABB എന്ന് പറയുന്ന ബ്രാൻഡ്. അങ്ങനെ ഒത്തിരി ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രൈസും കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സും അനുസരിച്ചിട്ട് നമുക്കിത് സെലക്ട് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഈ പറഞ്ഞ ബ്രാൻഡിലെല്ലാം ഇൻഡിവിജ്വലി ഓരോ സോഫ്റ്റ്വെയർസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഡിവൈസിൻ്റെയും പ്രോഗ്രാം ചെയ്യാനായിട്ട് കഴിയില്ല. ഈച്ച് ആൻഡ് എവറി ഡിവൈസസിന് ആ ബ്രാൻഡുകാർ അവർ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ വേണം നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ. ബട്ട് മോറോലെസ് ലോജിക് എല്ലാം സെയിം ആയിരിക്കും. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് തന്നെ ആയിരിക്കും മറ്റേ സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ബട്ട് ഓൺലി സം അഡ്രസ്, അതിൻ്റെ യൂസ് ചെയ്യുന്ന രീതി, അതിൻ്റെ ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചേഞ്ചസ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓവറോൾ ഒരു എക്സ്പ്ലനേഷൻ തരാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്